ഇന്നത്തെ പ്രോഗ്രാമിൽ മിത്രങ്ങളിലേക്ക് സ്വാഗതം വൈജു മാഷാണ് ചെയ്യുന്നത്. വൈജു മാഷെ കുറിച്ച് രണ്ടു വാക്ക്. അദ്ദേഹമാണ് ചെസ് ടെമ്പിൾ ഇന്റർനാഷണലിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. കൂടാതെ അദ്ദേഹം ഒരു നല്ല വാഗ്മിയാണ്, യോഗാചാര്യനാണ്, ഈസ്റ്റ് UP സ്കൂൾ നാട്ടിക സ്കൂളിലെ അധ്യാപകനാണ്. അങ്ങനെ നിരന്തരം മറ്റ് പ്രവൃത്തികളിൽ ആക്റ്റീവായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കർമ്മയോഗി വൈജു മാഷെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഇന്റർനാഷണലിന്റെ പ്രഥമ മിത്രമേളയ്ക്ക് പങ്കെടുക്കുന്ന പ്രിയമിത്രങ്ങൾ, സ്വാമി ദൈവമിത്ര, അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിച്ച പുതിയ ദർശനമാണ് ചെസ് കമ്പിൾ ദർശനം. ഒരുപാട് ദർശനങ്ങൾ കാലം നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കപില മഹർഷിയുടെ സാഖ്യം, പതഞ്ജലിയുടെ യോഗം, ന്യായം വൈശേഷികം, ജൈമിനിയുടെ പൂർവമീമാംസ, ബാദരായണ മഹർഷി ഉത്തരമീമാംസ, അങ്ങനെ ഒരുപാട് ആസ്തിക ദർശനങ്ങൾ. ഒരു വിശ്വാസവുമില്ലാത്ത തീർത്തും ഭൗതികവാദിയായ ചാർവാകന്റെ, നിങ്ങൾക്ക് അറിയാം, ചാർവാക ദർശനത്തിന്റെ പ്രധാന മന്ത്രം തന്നെ യാവത് ജീവേ സുഖം ജീവേ ഋണകൃതം വിവേ ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം. ഈ ജീവിക്കുന്ന കാലം സന്തോഷമായി ജീവിക്കുക, കടം വാങ്ങിയിട്ട് അതിന് നെയ്യ് കൂട്ടി ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ സുഖസൗകര്യത്തോടുകൂടി കടം വാങ്ങി ജീവിക്കുക. ഈ ദേഹം ഭസ്മമായി കഴിഞ്ഞാൽ പുനരാഗമനം, പിന്നെ തങ്ങളെ ഇങ്ങനെ തിരിച്ചു വരും എന്ന് വാദിക്കുന്ന, ഈ ജീവിതം ആസ്വദിച്ച് ജീവിക്കണം എന്ന് വാദിക്കുന്ന ചാർവാക ദർശനമടക്കം ഒരുപാട് പ്രധാനമായ ദർശനങ്ങൾ ഉടലെടുക്കുന്ന ആളാണ് നമ്മുടെ ഭാരതം, അല്ലെ നമ്മുടെ ലോകത്തിൽ കൊണ്ട് കാലം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കാലം അവതരിപ്പിക്കുന്ന ഒരു പുതിയ ദർശനം, സ്വാമി ദൈവമിത്രത്തിലൂടെ കാലം അവതരിപ്പിക്കുന്ന ഒരു ദർശനമാണ് ചെസ് കമ്പിൾ ദർശനങ്ങൾ. ശാസ്ത്രീയവും ആധുനികവുമായ മതേതര കാഴ്ചപ്പാടുള്ള ഒരു പുതിയ ദർശനമാണ്. ചെസ് കമ്പിൾ ദർശനത്തെ കുറിച്ച് നമ്മുടെ കർമ്മയോഗി പ്രിയാമേള വിശദമായി സംസാരിക്കാൻ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സ്വാമി തന്റെ പ്രവർത്തന മേഖല ആരംഭിക്കാനായിട്ട് തെരഞ്ഞെടുത്തത് നമ്മുടെ ഏങ്കൂരാണ്, തൃശ്ശൂർ ജില്ലയാണ്. നമ്മുടെ ആസ്ഥാനം ഓഫീസ് പ്രവർത്തിക്കുന്ന ഏങ്കൂര് പഞ്ചായത്തിലാണ്. പക്ഷെ പ്രവർത്തനത്തിനായി തെരഞ്ഞെടുത്തത് തൃശ്ശൂർ ജില്ലയാണ്. അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണെങ്കിലും അദ്ദേഹം നമ്മുടെ പ്രവർത്തനത്തിന് തെരഞ്ഞെടുത്തത് തൃശ്ശൂർ ജില്ലയാണ്. ഒരുപാട് പ്രത്യേകതകൾ ഒരു ജില്ലയാണ് തൃശ്ശൂർ. അവിടെ ലഭ്യമായ അറിവുകൾ പ്രകാരം പ്രധാന മതങ്ങളുടെ ആദ്യത്തെ ദേവാലയങ്ങൾ സ്ഥാപിതമായത് തൃശ്ശൂർ ജില്ലയാണെന്നുള്ളതാണ് എൻ്റെ അറിവ്. അവിടെ ക്രിസ്തു മതത്തിന്റെ പാലയര് പള്ളി, ഇസ്ലാം മതത്തിന്റെ ചേരമാൻ മസ്ജിദ്, അതുപോലെ ജൂതമതത്തിന്റെ മാളയിലെ എല്ലാ മതങ്ങളുടെയും പ്രധാന ആദ്യത്തെ ആരാധനാലയങ്ങൾ ഭാരതത്തിലെ സ്ഥാപിതമായ ജില്ലയാണ് നമ്മുടെ തൃശ്ശൂർ. മതമൈത്രിക്ക് എന്തുകൊണ്ട് വളരെ സഹിഷ്ണുതയോടുകൂടി എല്ലാ മതങ്ങളും കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. അവിടെ തന്നെയാണ് നമ്മുടെ സ്വാമിജി നമ്മുടെ ഈ ചെസ് കമ്പിൾ ദർശനത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു ദർശനം നമ്മുടെ നടത്താൻ ഇവിടെ നമ്മൾക്ക് ഒരുമിച്ചിരിക്കാൻ കാരണഭൂതനായ, അതിന് കാരണക്കാരനായ സ്വാമി ദൈവമിത്രത്തിന് മനസ്സ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. സ്വാഗതം പരിഗണന കടമയിലേക്ക് കടക്കുകയാണ്. ഇന്നിവിടെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് അവിടെ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പളാണ്, നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്, ലൈഫ് സ്കിൽ ട്രെയിനറൊക്കെയാണ്. അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ നമ്മുടെ രാജേഷൊക്കെ അവരെ വിളിക്കുന്ന സമയത്ത് പറയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പരിചയപ്പെടുത്താനായിട്ട് കിടക്കുന്നത്. നമ്മുടെ മുഖ്യാതിഥിയായി വരാൻ മുന്നേറ്റ മിറ്റിൽഡാജി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തും. ഡോക്ടർ മേരി മിറ്റിൽഡ മാഡത്തിന് വളരെ സ്നേഹപൂർവ്വം അവരുടെ സാന്നിധ്യത്തിലും സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷകരായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് റവറന്റ് ഫാദർ സജു വടക്കേത്തല,
വടക്കേത്തല അച്ഛനാണ് അവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹം സീറോ മലബാർ കത്തോലിക്ക സഭയിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അതിന്റെ ആചാര്യനായിട്ട് പ്രവർത്തിച്ചു വരുന്നു. എങ്കിൽ സെന്റ് തോമസ് ഇടവകയുടെ ആത്മീയ ആചാര്യൻ കൂടിയാണ് അദ്ദേഹം. ഫാദർ പോൾ ചിറ്റോർപ്പിറ്റി സ്കൂൾ, അതേപോലെ സെന്റ് തോമസ് LP സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒക്കെ മാനേജറാണ്. ഞാൻ കൂടുതൽ അച്ഛനെ പറ്റി പരിചയപ്പെടുത്തി അതൊക്കെ രാജേഷ് സാറിനെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്ത മുഖ്യ പ്രഭാഷകൻ ഉസ്താദ് സലീം ഫൈസി അടിമാലി. അടിമാലി എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ കുറച്ച് അകലെയാണെന്ന് തോന്നും. അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ അടിമാലി ചേർക്കുന്നുണ്ടെങ്കിലും കുറെ വർഷങ്ങളായിട്ട് അദ്ദേഹം ചേരുവക്കാരനാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഞാനും സ്വാമിയും ഒക്കെ കുറച്ച് കർമ്മയോടും പങ്കെടുത്തൊരു യോഗത്തില് അദ്ദേഹത്തോട് പ്രഭാഷണം നടത്താൻ വന്നിരുന്നു. നല്ലൊരു പ്രഭാഷകനാണ്. അന്ന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടപ്പോൾ തന്നെ തീരുമാനിച്ച് അഭിപ്രായപ്പെട്ടു സ്വാമിജി നമുക്ക് അദ്ദേഹത്തിന് നമ്മുടെ പ്രഥമ മിത്രമേളയിലേക്ക് ക്ഷണിക്കണം. സ്വാമിജി സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വെള്ളിയാഴ്ചകളിലെ ജുമ്മ കഴിഞ്ഞുള്ള പ്രഭാഷണം കേൾക്കാനായിട്ട് ദൂരെ നിന്ന് പോലും അവിടേക്ക് ആൾക്കാർ എത്താറുണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. മത മൈത്രിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ജനങ്ങളെ ഉത്ബോധരാക്കുന്ന ശ്രീ ഉസ്താദ് സലീം ഫൈസി അടിമാലി, അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ശ്രീ ഹരിലാലിച്ചാണ്. ഹരിലാൽ ധാരാളത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ സന്തോഷമുണ്ട്. എന്റെ യോഗ ഗുരു കൂടിയാണ് അദ്ദേഹം. ആശോക ഗുരുകുലം എന്നൊരു പ്രസ്ഥാനം 20 വർഷത്തിലധികമായിട്ട് ശരിക്കും നടത്തുന്നു. ഒരുപാട് യോഗ ടീച്ചേഴ്സിനെ അവിടെ നിന്ന് അദ്ദേഹം വാർത്തെടുത്തിട്ടുണ്ട്. യോഗ TTC കോഴ്സ് നടത്തുന്നുണ്ട്. അതായത് 365 ദിവസവും സൗജന്യമായിട്ട് യോഗ പരിശീലനം നടത്തുന്ന ഒരു സ്ഥാപനമാണത്. അദ്ദേഹം 2000 മുതൽക്ക് തന്നെ ജർമ്മനിയിൽ ഒരു 3 മാസം അവിടെ എല്ലാ വർഷവും പോയി ക്ലാസ് എടുക്കുന്നുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ യോഗ പരിശീലന കേന്ദ്രമായ യോഗ വിദ്യയില് എല്ലാ വർഷവും അദ്ദേഹം 2 കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. യോഗ തെറാപ്പിയിലെ ഒരു കോഴ്സ്, അഥവാ യോഗ TTCയിലെ ഒരു കോഴ്സ് എല്ലാ വർഷവും ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം യൂറോപ്പിലെ സ്ഥാപനമായ യോഗ വിദ്യയും ഇന്ത്യയിലെ ഏറ്റവും വലിയ യോഗ കോളേജായ SVRCയും തമ്മിലൊരു കരാറ് ഏർപ്പെടുകയുണ്ടായി. ഗവേഷണം നടത്തുന്നതിനുള്ള ഒരു സഹകരണം. അതിന്റെ എല്ലാ കാര്യങ്ങളും തുടക്കം മുതൽ കരാർ ഒപ്പിടുന്നതിന് വരെ അതിന് മീഡിയേറ്റായി പ്രവർത്തിച്ചത് ഹരിലാൽജിയാണ്. ഇന്ത്യ യോഗ അസോസിയേഷന്റെ കേരള ചാപ്റ്ററിന്റെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ ഹരിലാൽജിയെ വളരെ സ്നേഹത്തോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീ TK ജനമിത്രൻ നമ്മുടെ മുഖ്യ പ്രഭാഷകനായിട്ട് അദ്ദേഹത്തോടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ആചാര്യൻ, പരിശീലകനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, നല്ല ഒരു ഭജന ആലപിക്കുന്ന ആൾ കൂടിയാണ് ജനമിത്രൻ. മറ്റു പ്രത്യേകതകളൊക്കെ ഉണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങള്, സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെയാണ് മറ്റു പലരെയും പോലെ തന്നെ. പക്ഷെ ഇതൊരു ദൈവികമായ ഒരു കഴിവാണ്, ഭജന നന്നായി അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ശ്രീ TK ജനമിത്രനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രീ TK ജയരാജൻ ചേട്ടൻ, അദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ നമ്മുടെ ഭയങ്കര സ്നേഹപൂർവ്വം ഏൽപ്പിക്കുകയാണ്. ആൽഫ ഡയാലിസ് കൗൺസിലിന്റെ സെക്രട്ടറി, H2O കോർഡിനേറ്റർ, അതേപോലെ മറ്റ് നന്മയുടെ സംഘടകരിൽ ഒരാളാണ്. ഒരു സംസ്കൃത ശ്ലോകമുണ്ട്, യാ പരേശാം ഉപകാരായ ജീവതി സഹേവ ജീവതി. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ ജീവിക്കുന്നവർ മാത്രം ശരിക്കും ജീവിക്കുന്നുള്ളൂ എന്ന് പറയും. അതുപോലെ ഉള്ള ഒരു ഗണത്തിൽ പെടുന്ന ആളുകൾ കൂടിയാണ് ശ്രീ ജയരാജൻ. അങ്ങനെയുള്ള ഒരു 3-4 പേർക്ക് നമ്മൾ ഒരു സമാധാനം നൽകുന്ന ആദരവ് നൽകുന്നുണ്ട്. അതേപോലെ മുഖ്യ പ്രഭാഷണത്തിനോട് പക്ഷേ അദ്ദേഹത്തിന് ഞങ്ങളിവിടെ ആദരിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതിക്കുന്നതോടൊപ്പം തന്നെ ആദരവ് ഏറ്റുവാങ്ങുന്ന മറ്റ് 3 പേരെയും ഒന്ന് പരിചയപ്പെടുത്താണ്. നമ്മളുടെ കരുണം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സജിനി ചേച്ചിയുടെ ഭർത്താവ് ചന്ദ്രേട്ടനോടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ആംഗണ്ടൂരുകാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരുപാട് അശരണർക്ക് ദിവസവും ഭക്ഷണം
എത്തിച്ചു നൽകുന്ന ഒരു വലിയ മഹത്തായ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നതാണ്. ഞാനും കൂടുതലൊന്നും പറയുന്നില്ല. ആദരിക്കുന്ന സമയത്ത് രമേശ് മാഷ് കൂടുതലായി അവരെ പറ്റി പരിചയപ്പെടുത്തുമെന്നുള്ളത് കൊണ്ട് തന്നെ സജിനേച്ചിയും ചന്ദ്രേട്ടയും വളരെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ രാജേട്ടൻ KBC, രാജേട്ടൻ ഇതുപോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്. പല സംഘടനയുടെയും രക്ഷാധികാരിയൊക്കെ ആയിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. രാജേട്ടനും KBCയും പറ്റി കൂടുതൽ ഇവിടെ ആ അവസരത്തിൽ ആദരവ് നൽകുന്ന സമയത്ത് പരിചയപ്പെടുത്തുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിക്ക് പക്ഷെ മുന്നേ പറയാ, എനിക്ക് അറിയാവുന്നത് ഞങ്ങളൊരു തറവാട്ടുകാരാണ് രാജേട്ടനും. അത് ഞങ്ങൾ അമ്പലത്തിൽ വെച്ചിട്ടുള്ള പരിചയമാണ് ഞങ്ങൾ കൂടുതൽ. ഇവിടെ വന്നപ്പോഴാണ് ചെസ്കമ്മിയുടെ മുൻ രക്ഷാധികാരിയായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ അറിയുന്നത്. രാജേട്ടന്റെ ഒപ്പം എല്ലാ പ്രവർത്തനത്തിനും കൂടെ ഉണ്ടാവും KBC. കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ഞങ്ങളൊരു തീർത്ഥാടനമൊക്കെ പോയിരുന്നു, മൂകാംബിക ക്ഷേത്രം. അവിടെ രാജേട്ടനും KBC ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ രാജേട്ടൻ വളരെ സ്നേഹത്തോട് KBC സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മിത്രമേളയുടെ ആമുഖം, മിത്രമേളയെ കുറിച്ച് 2 വാക്ക് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രമേശൻ മാഷാണ്. രമേശൻ മാഷ എങ്ങനെയൊക്കെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരേ മേഖലയിൽ ഹിന്ദി അധ്യാപകരാണ് ഞങ്ങൾ 2 പേരും. വളരെ കാലത്തെ പരിചയമുണ്ട്. അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ ചില സുഹൃത്തുക്കള് പറഞ്ഞൊരു കാര്യം, തികച്ച യോഗ്യതയുള്ള ആൾക്ക് അവാർഡ് കിട്ടിയതാണ്. ഏത് പ്രവർത്തനം ഏറ്റെടുത്താലും 100% ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് രമേശൻ മാഷ്. ഇപ്പൊ ഇന്ന് കാലത്ത് ഞാനൊരു 3 ദിവസമായിട്ട് കോവിഡ് പനിക്കായിട്ട് ഇരിക്കുകയാണ്. അപ്പോ 3 ദിവസമായിട്ട് ഞാൻ ഉപവാസത്തിലാണ്. ഓരോ കരിക്ക് മാത്രമേ കഴിക്കുള്ളൂ പനി വന്നാൽ. ഞാൻ കാലത്തെന്നാലും വിനയ മാഷ കൂടെ കുരുത്തോലെ കൊണ്ടുവരുന്നത് വാളവിടെ ഇല്ല, എത്രയ്ക്ക് അവിടെ എല്ലാ അറേഞ്ച്മെന്റും ചെയ്ത് കഴിഞ്ഞിട്ട് ആള് പോവുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് കസാരയൊക്കെ ഒതുക്കി എല്ലാം കഴിഞ്ഞിട്ട് ആള് പോകുള്ളൂ. ഞങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറിയാണ്. എന്നാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുള്ളൂ. അതേപോലെ ഹരിത മാഡം കളക്ടർ ആയിരുന്നപ്പോ റവന്യൂ സ്റ്റാഫിന്റെ സ്റ്റേറ്റ് കലോത്സവം നടത്താൻ വേണ്ടിയിട്ട് എല്ലാ ചുമതലകളും ഏൽപ്പിച്ചത് നമ്മുടെ രമേശൻ മാഷാണ്. രമേശൻ മാഷിലെ വിശ്വാസം അത് പ്രിയപ്പെട്ട രമേശൻ മാഷ് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ പ്രിയ മാഡം കൃത്യം പ്രിയ മാഡം നമ്മളുടെ ചെസ് ടെമ്പിളിനെ പറ്റിയിട്ട് ചെസ് ടെമ്പിൾ ദർശനങ്ങളെ പറ്റിയിട്ട് ഏറ്റവും നന്നായി പറയാം. സ്വാമിജി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഉള്ള ഒരു ഏക വ്യക്തി പ്രിയാജിയാണ്. പ്രിയാജി വെങ്കിടങ്ങ് വില്ലേജ് ഓഫീസർ കൂടിയാണ്. വില്ലേജ് ഓഫീസറുടെ ഒരു തിരക്കൊക്കെ നമുക്കറിയാം അല്ലെ. ഏറ്റവും കൂടുതൽ ജനങ്ങൾ, സാധാരണ ജനങ്ങളായിട്ട് ബന്ധപ്പെടുന്ന ജോലിയാണ് എല്ലാ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയിട്ട്. അതിന്റെ എല്ലാ ജോലി ഭാരത്തിനിടയിലും ടെസ്കമിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിന് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ചെയ്യും. നമുക്ക് ഇപ്പൊ വീഡിയോ നോക്കാനുള്ള സമയം കിട്ടാറില്ല. പക്ഷെ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. പ്രിയ മേഡാണ് ഇവിടെ നമ്മുടെ ചെസ് ടെമ്പിളിലെ ആശയങ്ങളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരുന്നത്. പ്രിയ മേഡത്തെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റൊരു കർമ്മയോഗി കൂടിയുണ്ട്, മേഡത്തിന്റെ ഹസ്ബൻഡ്, ഭർത്താവ് ജിൻസേട്ടൻ. നമ്മുടെ ഈ സംഘടനയുടെ ട്രഷറർ കൂടിയാണ്. മേഡത്തിന് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർമ്മയോഗി കൂടിയായ ജിൻസേട്ടനെയും ഒപ്പം പ്രിയ മേഡത്തിനെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടക്കത്തിൽ തന്നെ ഒരു സങ്കീർത്തനം ആലപിച്ചു. നമ്മൾ ഈ വിളക്ക് കൊളുത്തുന്നതിനിടയിൽ ചിലപ്പോ അത് ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഏതു കാര്യത്തിലും വേണം ഈ തത്വം, ഏതു കാര്യത്തിലും വേണം മിതത്വം എന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ ചെസ് ടെമ്പിളിന്റെ സങ്കീർത്തനമാണ്. അത് തുടങ്ങുമ്പോഴും അവസാനിക്കും വേറെ സംഗീതം. വളരെ മനോഹരമായി ചൊല്ലിയത് നമ്മുടെ ചെസ് ടെമ്പിളിന്റെ ആസ്ഥാന ഗായിക, നിങ്ങളുടെ ഏകന്റൂർക്കാർക്കൊക്കെ പ്രിയപ്പെട്ട ഗായിക ഇന്ദുജിയാണ്. ഇന്ദുജി ചെസ് ടെമ്പിളിന്റെ നല്ലൊരു കർമ്മയോഗിയാണ്. അതോടൊപ്പം ഇന്ദുജീനെ സ്വാഗതം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാജിയേട്ടനുണ്ട്, നമ്മുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആണ്. ഒരു മാതൃക കർമ്മയോഗികളാണ് ചെസ് ടെമ്പിളിന്റെ 2 പേരും. ഇന്ദുജിയെയും ഒപ്പം ഷാജിയേട്ടനെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ പ്രിയപ്പെട്ട മെമ്പർമാര് ഇവിടെ എത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളായിട്ടുള്ള ഉമ്മ ടീച്ചറ്,
സുനിൽ കാര്യാട്ട്, ശ്രീ മണിലാല്, ശ്രീ നൌഷാദ്, കൊട്ടിലങ്ങൽ, പ്രിയപ്പെട്ട എല്ലാ മെമ്പർമാരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ മുൻ മെമ്പർമാരെ ശിവദാസ്, സതീഷ് പനിക്കൽ, പ്രൈസൻ മാസ്റ്റർ അല്ലെ പ്രൈസൻ മാസ്റ്റർ, എല്ലാവരെയും മുൻ മെമ്പർമാരെയും ഇപ്പോഴത്തെ ജനപ്രതിനിധികളെയും എല്ലാവരെയും, അതേപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാരവാഹികള്, പ്രവർത്തകര്, വിവിധ സമുദായ സംഘടനകളുടെ ഭാരവാഹികളുടെ പ്രവർത്തകര് എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ആങ്കറിംഗ് നടത്തുന്ന പ്രിയപ്പെട്ട രാജേഷ് സാറാണ്. ഞങ്ങളുടെയൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ മാഷ് കൂടിയാണ് അദ്ദേഹം നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറും ലൈഫ് സ്കിൽ ട്രെയിനറൊക്കെയാണ്. ആ മേഖലയിൽ വളരെ അധികം ക്ലാസ്സുകൾ, ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക്, മറ്റു ജോലിക്കാർക്കൊക്കെ ക്ലാസ്സുകൾ നൽകുന്നതാണ് രാജേഷ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മേഖലയിൽ സഹായിക്കാൻ മുന്നേ സ്വാഗതം ചെയ്ത രമേശ് മാഷും കൂടി ഉണ്ട്. പിന്നെ ഞങ്ങളുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കർമ്മയോഗി ശ്രീമതി ലത രാജഗോപാല്, നമ്മുടെ മുൻ പ്രിൻസിപ്പളാണ് ലെമർ പബ്ലിക് സ്കൂളിന്റെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമുണ്ട്. അവരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ട ലത ടീച്ചറേയും, അതേപോലെ നമ്മുടെ മറ്റൊരു വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ വിനയൻ ചേട്ടൻ, മറ്റെല്ലാ കർമ്മയോഗങ്ങളുടെ ഞാൻ പേരെടുത്ത് പറയാനായിട്ടുണ്ട്. എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ കർമ്മയോഗിയായിട്ടുള്ള പ്രിയപ്പെട്ട മനോജ് മാഷാണ്. മനോജ് ഏട്ടൻ നമ്മുടെ വലപ്പാട് പഞ്ചായത്തിലെ മുൻ മെമ്പറും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്നു. പിന്നീട് ഞങ്ങളുടെ യോഗ ആശ്രമത്തിൽ വന്ന് പെട്ടതിന് ശേഷം അദ്ദേഹം പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കാൻ പോയിട്ടില്ല. ഇലക്ഷൻ നിൽക്കുന്നത് മോശമാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം പിന്നെ അതിന് പോയില്ല. മേഖല യോഗ ഫീൽഡ് അദ്ദേഹം തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് വളരെ പ്രശസ്തമായിട്ടുള്ള മേഖല തന്നെയാണ്. പക്ഷെ അദ്ദേഹം തന്നെ അത് യോഗ ഫീൽഡ് തെരഞ്ഞെടുക്കുകയും പിന്നെ ഞങ്ങളുടെ സ്വാമിയുടെ ഈ ടെസ്റ്റമ്പിൾ ദർശനത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇവിടെ എത്തുകയുമാണ് ചെയ്തത്. അപ്പോൾ ദർശനത്തിന്റെ ടെസ്റ്റമ്പിളിന്റെ കർമ്മയോഗി മനോജ് ഭാഷയുടെ സ്നാനത്തിലൂടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മളുടെ ഹരിലാൽജിയെ സ്വാഗതം ചെയ്തപ്പോൾ ഹരിലാൽജിയുടെ എത്തിയിട്ടുണ്ട്. അവരുടെ കൂടെ തന്നെ നമ്മളുടെ അവിടേക്ക് ആശ്രമത്തിൽ വന്ന ഗസ്റ്റുകളായ സ്വദേശിയായ പേര് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ പത്ര ലേഖകര്, പ്രവർത്തകര്, മാധ്യമ പ്രവർത്തകര്, ക്ഷമ സ്വീകരിച്ചിട്ടുള്ള എംപിയുടെ നല്ലവരായ നാട്ടുകാര് എല്ലാവരെയും ഞാൻ ആരെങ്കിലും പറയാൻ വിട്ടുപോയി സദയം ക്ഷമിക്കുക. നിങ്ങളും കൂടി ക്ഷണിക്കുന്നു. എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.